ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ വീഡിയോ. ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഒരു മാസമായി വന്നിട്ട്. അങ്ങനെ ഒരു വലിയ വീഡിയോ ഒന്നും ലോങ് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ടൈമോ സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഒന്ന് സെറ്റാവാനും ഒക്കെ നമുക്കൊരു ടൈം എടുക്കുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചൂടറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തപ്പോൾ നല്ലൊരു രസമുണ്ട്. ഞങ്ങളിങ്ങനെ വെളിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ബാൽക്കണിയിൽ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വയറിന് വയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ഈ അടുത്ത ദിവസം കഞ്ഞി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങൾ കഞ്ഞി വെക്കാനുള്ള പരിപാടിയാണ്. കുഞ്ഞിക്കും ഇഷ്ടം തന്നെയാണ് കഞ്ഞി. അപ്പോൾ ചായയൊക്കെ വെച്ച് അതാദ്യം കുടിച്ചതിന് ശേഷം കഞ്ഞിക്കുള്ള പൊടിയരിക്കഞ്ഞി ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചത്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡൊക്കെ കാണുന്നത്. കുഴപ്പമില്ലായിരുന്നു, നല്ല കഞ്ഞിയായിരുന്നു, നല്ല പൊടിയരിക്കഞ്ഞിയായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഈ ചായ ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചേറെ ചായ ഇനി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമല്ലോ, വെറുതെ അത് വേസ്റ്റ് ആക്കാനല്ലാതെ കുറച്ച് നേരം ഞാനിങ്ങനെ വെച്ചേക്കും. അപ്പോൾ അത് ലാസ്റ്റ് ഒഴിക്കുന്ന കപ്പിൽ അവിടെ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ചായ ബാക്കിയുള്ളതോടെ ഇട്ടിട്ട് വീഴും. അരി ഞാൻ കുറേ പ്രാവശ്യം കഴുകും. എനിക്ക് എത്ര ഇങ്ങനെ അരി കഴുകി ആ വെള്ളം ഇങ്ങനെ വെളുക്കുന്നിടം വരെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ കഴുകി കുറേ നേരം കഴിഞ്ഞപ്പം അരിയൊക്കെ എടുത്ത് കുക്കറിലോട്ടങ്ങ് ഇട്ടു. എനിക്കും കുഞ്ഞിക്കും ചേട്ടനും മാത്രം മതി. എപ്പോൾ കഞ്ഞിക്ക് അരി ഇട്ടാലും എന്നും അധികം വരും. ഭാഗ്യം പോലെ ഇന്ന് എൻ്റെ കണക്ക് ശരിയായി. കറക്റ്റായിട്ടാണ് ഞാൻ ഇന്ന് ഒരു അരി ഇട്ടത്. അതുകൊണ്ട് അതിനകത്തൂടെ ഒരു ചെറിയൊരു ഉറുമ്പ് പോകുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ഉറുമ്പ് വരും. എന്തൊക്കെയാണെങ്കിലും ഉറുമ്പ് വരും. വേറെ ശല്യമൊന്നുമില്ല. ഓരോ സ്ഥലത്ത് ഓരോ രീതിയല്ലേ, എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുക്കറിട്ട് അടച്ചങ്ങ് വെച്ചേക്കുകയാണ്. അതാകുമ്പം എളുപ്പപ്പണിയാവും, വയറിന് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി ഇതുവരെ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഈ മാസം ഇവിടെ വന്നേ പിന്നെ എനിക്ക് 2 പ്രാവശ്യമായിട്ട് ലൂസ് മോഷനും വൊമിറ്റിങ്ങും ഒക്കെ വന്നു. പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ ആയെന്നാണ് പറഞ്ഞത്. വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ കഴിച്ചിരുന്നു. ആ ടൈമിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഞാനിപ്പോൾ ഈ ഓഫ് ചെയ്തിട്ട് ഊതുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നെയാണ് ചായ വെച്ചത്. അപ്പം നമ്മൾ പിന്നെ അത് കത്തിക്കുമ്പോൾ പിന്നെയും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ. അതുകൊണ്ട് ഒന്ന് ഊതിയിട്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഓഫാക്കിയിട്ട് പിന്നെ ആ ഒരു ബർണർ തന്നെ വീണ്ടും നമ്മൾ കത്തിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഊതിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്ത മുരിങ്ങയുടെ ഇലയായിരുന്നു. ഞാൻ സെപ്റ്റോയുടെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കലണ്ടർക്കൊന്ന് കാണാം. അപ്പം ഞാൻ സെപ്റ്റോയിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് എല്ലാം ഓർഡർ ചെയ്യുന്നത്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, ഫ്രഷ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. അപ്പം മുരിങ്ങയില ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞിന് വലിയ ഇഷ്ടമല്ല. ചീരയിലയൊക്കെ കുഞ്ഞിന് ഇഷ്ടമാണ്, കുഞ്ഞിന് കഴിച്ചോളൂ. അപ്പം ഞാൻ മുരിങ്ങയുടെ ഇലയൊക്കെ ഓൾറെഡി അതിനകത്തുനിന്ന് ഇങ്ങനെ അളന്നടന്നിരിക്കുമായിരുന്നു. കാരണം 2 ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഇല അടന്നേ ഉള്ളൂ. അപ്പം ഞാനതെല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് വെച്ചു. ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിക്കും. ഒന്നാമത് അടുക്കള ഭയങ്കര ചെറുതാണ്. അവരുടെ ആ ഒരു രീതി, എന്താ പറയുക, അടുക്കള കിച്ചൺ ഒരു പണിതേക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഒരു വ്യത്യസ്തമാണ്. എനിക്ക് സിങ്കാണെങ്കിൽ ഒട്ടും എനിക്ക് ഇഷ്ടമേ അല്ല. ഒരുമാതിരിയായിട്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ക്ലീനാക്കി എടുത്താലും ഒരുമാതിരിയായിട്ടിരിക്കുകയാണ്. അത് ആ ഒരു കോണിലുമാണ്. നമുക്ക് അവിടെ നിന്ന് കഴുകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിങ്ങനെ മുരിങ്ങയില കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുമല്ലോ. എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ. അടുത്ത കറി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേന് ഞാൻ കണ്ട് തുമ്മുന്നു. ആരോ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ തുമ്മലില്ലല്ലോ. എനിക്കങ്ങനെ തുമ്മാറില്ല. ഓക്കെ. അപ്പം മുരിങ്ങയ്ക്കയിലൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ടു. ഈ അപ്പം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവട്ട. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞിയുടെ വോയിസും കേൾക്കാവേ. ഞാൻ മൈക്കിലൂടെ പറയുന്നത്, അല്ലാതാണ് പറയുന്നുണ്ട്, മൈക്കില്ല. അപ്പോൾ രാവിലെ കഞ്ഞിക്കുള്ളത് കഞ്ഞിയായി. അപ്പുറത്ത് വിസിലടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടം കൂടെ വറക്കണം. പിന്നെ മാങ്ങയച്ചാറുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ ഇനി മീനൊക്കെ മേടിക്കാനുണ്ട്. അപ്പം പിന്നെ അന്നേരം നല്ലപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ എന്ന് വെച്ചാൽ ഇച്ചിരി വിഭവസമൃദ്ധമായിട്ട്.
അപ്പോൾ കഞ്ഞിയും പപ്പടമൊക്കെ ഞാൻ കുറേ പപ്പടം അങ്ങ് വറുത്ത് വെച്ചു. കുറേ പപ്പടം വറുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചേട്ടൻ ചോദിക്കും, ഇതെന്തോ ഒരു പപ്പടത്തിൻ്റെ കച്ചവടം വല്ലതും ഉണ്ടോ, ഫെസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും പപ്പടം അങ്ങ് വറുത്തങ്ങ് വെച്ചു. ഇത് ഇവിടുത്തെ പപ്പടമാണ്. ഇവിടുത്തെ പപ്പടം അങ്ങനെ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേന് ഇങ്ങനെ പൊങ്ങി വരത്തില്ല. നമ്മുടെ നാട്ടിലെ പപ്പടമാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ബബിളിയായിട്ട് വന്ന് നല്ല രസമായിട്ടിരിക്കുമല്ലോ. അതുപോലെ പൂരി അതുപോലെ ഇങ്ങനെ പൊങ്ങി വരത്തി അതുപോലെ ആകും വരുമായിരുന്നു. ഇവിടെ അങ്ങനത്തെ ആ ഒരു ഇതിൽ ആ ടേസ്റ്റും എനിക്ക് പപ്പടത്തിൻ്റെ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ സ്പേസ് കുറവാണ്, ക്യാമറ വയ്ക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കഞ്ഞി അപ്പം ഞാൻ ചൂട് മാറിയപ്പോഴത്തേന് കുക്കർ അങ്ങ് തുറന്ന് വെച്ചു. അപ്പം ഞങ്ങൾ കഞ്ഞി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ചേട്ടൻ ആ സമയം കൊണ്ട് കഞ്ഞി അടിക്ക് കുക്കറി വെച്ച സമയം കൊണ്ട് ചേട്ടൻ മീൻ മേടിച്ചുകൊണ്ട് വരാൻ പോയി. വലിയ വെയിൽ വരുന്നതിന് മുന്നേ പോയി മീൻ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് ഇറങ്ങാമല്ലോ. അങ്ങനെ കഞ്ഞി റെഡി ആയപ്പോഴത്തേന് ചേട്ടനും വന്നു. അപ്പോഴത്തേന് ഞാൻ കുഞ്ഞിക്കുള്ളതൊക്കെ എടുത്ത് കുഞ്ഞിയെ എന്നാൽ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവർക്ക് ഇനി അടുത്തത് സ്വിമ്മിങ്ങിന് പോകണം. സ്വിമ്മിങ് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. നമുക്ക് നടന്ന് നല്ല ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ വെയിലത്ത് വമ്പലത്താൽ ഒരു ബൈക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടെ പോയി സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വിം ചെയ്തിട്ട് വരും. അപ്പം ഞാൻ ആ ടൈം കൊണ്ട് പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. പിന്നെ അപ്പോൾ കുഞ്ഞിക്കുള്ള കഞ്ഞി എടുത്തുകൊണ്ട് വരികയാണ്. കുഞ്ഞിക്കഞ്ഞി എന്തൊരു മാച്ചിങ് അല്ലേ. കുഞ്ഞിക്കുള്ള കഞ്ഞി എടുത്തുകൊണ്ട് വരികയാണ്. കുഞ്ഞിക്ക് ഇഷ്ടമാണ് കഞ്ഞി. ഞാൻ ചെറുപ്പത്തിലെ മുതലേ 1 വയസ്സ് കഴിഞ്ഞപ്പം മുതലേ എല്ലാ ടൈപ്പ് കഞ്ഞികളും കുഞ്ഞിയെ കഴിപ്പിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നേരം ഗുജറാത്തിലായിരുന്നു ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിക്ക് എന്നും എന്തെങ്കിലും വയറിനൊക്കെ അസുഖമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനത് സ്ഥിരം കഞ്ഞിയാക്കി. രാത്രിയിലാണ് കുഞ്ഞിന് വയറിന് അസുഖം വരുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് ഞാനങ്ങനെ പല ടൈപ്പ് കഞ്ഞി അങ്ങാക്കി. അതുകൊണ്ട് കുഞ്ഞിക്ക് കഞ്ഞി കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പം ഞങ്ങൾ കഞ്ഞി കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാമറയുണ്ട്, കുഞ്ഞി ആഹാരം കഴിച്ചോ എല്ലാവരും കാണുമെന്ന് പറയുന്നതുകൊണ്ട് കുഞ്ഞി ഇടയ്ക്ക് വന്ന് ക്യാമറയൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വലിയ ഗമ എടുത്ത് പോയി നോക്കും, പിന്നെ വന്നിരിക്കും. അങ്ങനെയാണ്. അപ്പം ഈ ഒരു പാട്ട് കണ്ടപ്പോൾ ഞാൻ ആ പാട്ടിൻ്റെ തീം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. കുഞ്ഞിക്ക് ഒരു സ്പൂൺ കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ നോക്കിയിരിക്കുക. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കിയിരിക്കുക. എൻ്റെ ശ്രദ്ധയൊക്കെ മാറിപ്പോയി. പിന്നെ അവസാനം കുഞ്ഞ് തന്നെ കോരി കുടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്ക് ഇഷ്ടമാണെന്നുള്ളത്, അതുകൊണ്ട് കഴിക്കും. വേറെ ഇഷ്ടമല്ലാത്ത ഫുഡാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ കുഞ്ഞ് കോരിക്കുടി തുടങ്ങി. ഞാൻ അതിൻ്റെ തീം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ പാട്ട് കാണുന്നത്. ഏതോ ഹിന്ദി പാട്ടാണ്. അപ്പം അതിൻ്റെ തീം ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിപ്പണ്ണിനെ നോക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പണ്ണ് കഴിക്കാൻ തുടങ്ങി. തന്നെ കഴിച്ചോളും, പിന്നെ ഇടയ്ക്കൊക്കെ ഇച്ചിരി മടിയാണ്. അപ്പം ഞാനിങ്ങനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുഞ്ഞിപ്പണ്ണിങ്ങനെ പപ്പടവും കഞ്ഞിയൊക്കെ കൂട്ടി നല്ലപോലെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ജോലി വലിയ ലാഭമായി എനിക്ക്. ഞാനപ്പോഴത്തേനും ആ പാട്ടൊന്ന് കണ്ട് എന്താ വാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ട് തീർക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം എടുക്കും കുഞ്ഞിപ്പണ്ണിൻ്റെ കഴിപ്പൊക്കെ നടക്കാൻ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ചേട്ടനിനി മീനും കൊണ്ട് വരും. പിന്നെ നമുക്ക് പാല് ഉണ്ട്. പാല് ഈ സമയമൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും പോയി വെള്ളം വേണമായിരുന്നു കുഞ്ഞിന്. അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുടിപ്പിച്ചിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണിനെ കുടിപ്പിക്കാൻ. കുറച്ചിടെ ബാക്കി ഉണ്ടായിരുന്നു. എനിക്കൊരിതുണ്ട്, കുഞ്ഞിയുടെ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് തീരുന്നിടം വരെ ഇങ്ങനെ എത്ര നേരം ഉണ്ടെങ്കിലും എത്ര മണിക്കൂറാണെങ്കിലും ഞാൻ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഫിനിഷ് ആയതിന് ശേഷം മാത്രമേ ഞാൻ എണ്ണീക്കത്തുള്ളൂ. അതാണ്. പിന്നെ കുഞ്ഞിന് ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിടത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു സമാധാനം, കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞല്ലോ എന്നൊരു സമാധാനം വരുമല്ലോ. അതെനിക്കറിയത്തില്ല. കുഞ്ഞായപ്പം മുതലേ എനിക്ക് അങ്ങനെ ഒരിതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇടയ്ക്ക് കുഞ്ഞ് ചുമച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ തലയ്ക്കൊന്നൊക്കെ തട്ടിക്കൊടുത്തു. അപ്പോഴാണ് അടുത്ത പാട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ആലിയ ഭട്ടിൻ്റെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇതെന്താ ഇത് ഏതാ തീമെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്, ഏത് സിനിമയിലാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ പാട്ടൊക്കെ ആദ്യമായിട്ട് കാണുവാണ്. ഞാൻ പിന്നെ എന്തുവാ ഇതിൻ്റെ സ്റ്റോറി. ഇനി ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സിനിമയുടെ പേര് അങ്ങ് മറന്നു. അത് ഞാൻ ഈയിടെയാണ് കാണുന്നത്. അങ്ങനെ പാല് വന്നു, ചേട്ടൻ വന്നു, പാല് മേടിച്ചുകൊണ്ട് വന്നു. മീനാണ്, കുഞ്ഞും മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പം നമ്മൾ അകത്തോട്ട് കൊണ്ടുവച്ചു. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിപ്പണ്ണി ഇനിയിപ്പോൾ ഇവർ ഫുഡ് കഴിച്ചിട്ട് ഇവരങ്ങ് പോവും. അപ്പം കുഞ്ഞിങ്ങനെ ക്യാമറ ഓൺ ആയതുകൊണ്ടാണ് കുഞ്ഞിയുടെ സ്റ്റൈലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നിട്ട് കൈയൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ട് പുള്ളിക്കുള്ള കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഞ്ഞിയൊക്കെ കൊടുത്തു. എനിക്കിനിയും കഴിക്കണം, എനിക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ അതിൻ്റെ തലേദിവസം ഒന്നും ഫുഡ് അങ്ങനെ കഴിക്കാഞ്ഞുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനെന്തോ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ മീനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഉപ്പിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക്, എനിക്കങ്ങനെ ഉണ്ട്, കുറേ നേരത്തേക്ക് ഉപ്പിട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് വെള്ളമൊക്കെ കുടിച്ചു, കുഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ട് കുഞ്ഞി പോയി, കുഞ്ഞിയെ റെഡിയാക്കിയിട്ട് ഞാൻ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ ഈ മീനും വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ കഞ്ഞി കുടിച്ചത്. അതാണ് കുഞ്ഞിയെ റെഡിയാക്കിയത് കൊണ്ടാണ് എൻ്റെ തലയിൽ ചീപ്പിരുന്നത്. അത് മറന്നുപോയി, അതും വെച്ചോണ്ടാണ് പിന്നെ വന്നത്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരം പിടിക്കട്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ കിടന്ന് വിചാരിച്ചിട്ടിരുന്നു. അത് നമ്മുടെ മുള്ളുള്ള മത്തിയും പിന്നെ വേറൊരു പീസ് മീനുമാണ്. അപ്പോൾ അതങ്ങോട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവരും വന്നേ. ഫുഡ് കഴിച്ച് ഞാൻ 1 മണിക്കൂർ എടുത്തില്ല ഫുഡ് കഴിക്കാൻ, എനിക്ക് എഡിറ്റൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞി ഇല്ലാത്ത ടൈം നോക്കിയാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഒത്തിരി വീഡിയോസൊന്നും ഞാൻ ഇടാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. കാരണം എഡിറ്റിങ്ങിൽ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസിൽ മാറ്റം എന്നുള്ളതുകൂടെ ഒന്ന് പറയണം. അങ്ങനെ കുഞ്ഞ് വന്നു. കുഞ്ഞിൻ്റെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ് കുഞ്ഞ് വന്നത്. പിന്നെ അവർ അച്ഛനും മോളും, അച്ഛൻ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോയി. അപ്പം ഈ ക്ലോറിൻ വെള്ളത്തിലാണല്ലോ ഈ കിടക്കുന്നത്, അതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കിടക്കും. അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് കുഞ്ഞിനെ കൈയോടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിയും കുളിച്ചു, അച്ഛയും കുളിച്ചു. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മുരിങ്ങയിലേക്കുള്ള തോരനുള്ള അരപ്പ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടിച്ച് ചതച്ചാണ് ഞാൻ അരപ്പുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 വെളുത്തുള്ളിയും 1 പച്ചമുളക്, തേങ്ങ, ജീരകം കൂടിയിട്ട് നല്ലപോലെ ഇടിച്ച് ചതച്ച് എടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാനൊരു സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവുമ്പോഴത്തേക്ക് നമുക്ക് ഇലയിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ കടുകെല്ലാം പൊട്ടി ഞാൻ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഇച്ചിരി ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് ചേർത്താൽ മതിയല്ലോ. കുഞ്ഞ് അതിൻ്റെ ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഏതാണ്ടൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. കുഞ്ഞിയുടെ ആവശ്യങ്ങളുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുഞ്ഞിക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ വരും. കുഞ്ഞു പിള്ളേരുടെ ഒരു സ്വഭാവമാണല്ലോ. പിന്നെ അവർ പിന്നെ എപ്പോഴും അമ്മമാരുടെ കൂടെ ആണല്ലോ കൂടുതലും നടക്കുന്നത്. ഇവിടെ രണ്ടും ഒരുപോലെ. പിന്നെ അച്ഛൻ ഓഫീസിൽ പോകുമ്പോൾ പിന്നെ ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു. മുന്നേ ഞാൻ ഓഫീസിൽ പോകുമ്പം കുഞ്ഞിക്ക് ഭയങ്കര മടുപ്പായിരുന്നു. അച്ഛയില്ല, അമ്മയില്ല, പിന്നെ അച്ഛമ്മയുടെ കൂടെ ആയിരുന്നു. പിന്നെ സ്കൂളിലും ഡേ കെയറിലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം വയ്ക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിക്ക് ടൈമൊക്കെ പോവായിരുന്നു. സ്കൂളിലൊക്കെ പിള്ളേരുണ്ടല്ലോ കളിക്കാൻ. ഇപ്പോൾ വെക്കേഷനാണ്, ഇപ്പോൾ സമ്മർ ക്യാമ്പൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമൊക്കെ ഞങ്ങൾ വിട്ടായിരുന്നു ക്യാമ്പിന്. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ആഴ്ച മുതൽ എൻ്റെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഓഫീസിലൊന്നും പോകുന്നുമില്ല, അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഈ ചതച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കൊന്ന് മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് ഞാൻ ഇട്ടില്ലായിരുന്നേ, അപ്പോൾ ഉപ്പൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ അത് ഇളക്കാതെ തന്നെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചു. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് നമുക്ക് ഇലയിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് ചൂടാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒരുമാതിരി അത് വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ ഇലയും നമുക്ക് വേണ്ട കറികൾക്കുള്ള എല്ലാം മാറ്റി വെച്ചതിന് ശേഷം മീൻ കഴുകാമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇലയിലും പാത്രത്തിലും എല്ലാം അങ്ങ് മീനിൻ്റെ മണമായിരിക്കും, എത്ര കഴിയാലും പോകത്തില്ല. അപ്പം ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം മുരിങ്ങയിലക്കറി വെക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും എന്ന് വെച്ചാൽ കുഞ്ഞിനും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കറികൾ. പിന്നെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് ഒഴിക്കാൻ കറി ഭയങ്കര ഇതാണ്. നിർബന്ധമൊന്നും പറയത്തൊന്നുമില്ല, ആൾക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് വെച്ച് കൊടുക്കുന്നതാണല്ലോ നമുക്കൊരു സന്തോഷം. നമ്മുടെ കറികളൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് വെച്ച് കൊടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കുക്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്ക് സമയമാവാറായി. ഇവരൊക്കെ വന്നു, കുഞ്ഞിയൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ കഴിക്കാനൊക്കെ സമയമായി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് കുറേ സമയം അങ്ങ് പോയി. പിന്നെ കുറേ സമയം എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ പോയി. എൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അത് കഴിഞ്ഞിട്ട് മീൻകറി വയ്ക്കുന്നതും ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മീനൊക്കെ ഒന്ന് കഴുകി നമുക്ക് മീൻകറി വാക്കണം, മീൻ വറക്കുകയും വേണം. അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ പീസ് മീനാണ് എടുത്തത്. എൻ്റെ ഇടയ്ക്ക് നാരങ്ങാവെള്ളമൊക്കെ ചേട്ടൻ ഉണ്ടാക്കി അങ്ങനെ മീൻകറി നമ്മൾ വെച്ചു. മത്തിയാണെങ്കിൽ മുള്ളമത്തി ആയിരുന്നു, അതെടുത്ത് വറക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചോറും റെഡി ആയിട്ടുണ്ട്, ചോറും കറികളും. അപ്പം ചോറ് വിളമ്പാം. ചേട്ടൻ ആദ്യം ചോറ് വിളമ്പുന്നത്. ചോറ് വിളമ്പി, മീൻ കറി വിളമ്പി, മീൻ വറുത്തതും വെച്ചു. പിന്നെ നമ്മൾ ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഒരു ഒഴിച്ചു കറിയുമാണ് വെച്ചത്. അപ്പം നല്ലതായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം കുറച്ച് നല്ല മീൻ കിട്ടിയതുകൊണ്ട് നല്ലൊരു മീൻ കറിയും കൂട്ടി ചോറുണ്ടു. ആദ്യ ദിവസം ഇവിടെ എല്ലാവരും നല്ലപോലെ മീനൊക്കെ കൂട്ടുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പോലെ എല്ലാവർക്കും ഇച്ചിരി മടുപ്പാണ്. പിന്നെ ഞാനും കുഞ്ഞും കഴിച്ചോളും മീൻ. ചേട്ടനൊക്കെ ഒരു പീസ് മതി. ആദ്യ ദിവസം 2-3 പീസൊക്കെ പുള്ളി കഴിച്ചോളും. അത് വലിയൊരു ഇതാണ്. അപ്പം ഞാനതെല്ലാം ഒന്ന് വിളമ്പി കൊടുത്തിട്ട് ചേട്ടനും കുഞ്ഞിയും ഞങ്ങൾ 3 പേരൂടെ കഴിച്ചു. അപ്പം കുഞ്ഞിക്ക് അപ്പോൾ വാരി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിക്കും വാരി കൊടുത്തു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം, ലഞ്ച്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ അവധിയുള്ള ദിവസമൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ റിലാക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.